യൂത്ത് ലീഗിന്റെ പ്രതിഷേധത്തിനൊടുവിൽ ഇപ്പോൾ നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ്. വൈകുന്നേരത്തിലേക്ക് മാറ്റിയെന്നാണ് അറിയുന്നത്. ഇങ്ങനെയുള്ള പ്രഹസനമായ പരിഹാരമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശാശ്വതമായ പരിഹാരം ഇവിടെ പുനർനിർമ്മിക്കണം. ഈ ദേശീയപാത പുനർനിർമ്മിച്ചെങ്കിൽ മാത്രമാണ് ഈ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. ഈ സ്പോട്ടിൽ 7, 4, 11 വിലപ്പെട്ട ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്. ഈ 4 പിഞ്ചു മക്കളുടെ ജീവൻ ഉൾപ്പെടെ 11 പേരുടെ ജീവന് നഷ്ടമായിട്ടുണ്ട്. ഇനി മേലിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ അത്തരം ജീവനുകൾക്ക് ഹാനി വരാതെ സൂക്ഷിക്കണമെങ്കിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം. ആ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയിട്ടുള്ള ഈ ധർമ്മസമരമാണ് ഇവിടെ അധികൃതരുടെ തീർച്ചയായിട്ടും നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നിർദ്ദേശം നിരന്തരമായി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. 3 വർഷമായി 2.5 വർഷക്കാലമായി മുസ്ലിം ലീഗ് രാപ്പകൽ സമരം നടത്തിയിട്ടുണ്ട്. പ്രാദേശിക സംവിധാനങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ സമരം നടത്തിയിട്ട് പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടുന്ന് IIT-യുടെ വിദഗ്ധരായ ആളുകൾ ഇവിടെ സന്ദർശനം നടത്തി. MVD കേരളത്തിന്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സന്ദർശനം നടത്തിയിട്ട് പനയമ്പാടം പ്രദേശത്തെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി 84 ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് മുഖ്യമന്ത്രിയുടെ മേശക്കകത്ത് ഇരുന്നുറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന ആ റിപ്പോർട്ട് പുനഃപരിശോധിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ഈ റോഡ് പുനർനിർമ്മിക്കണമെന്നാണ് മുസ്ലിം ലീഗ് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്. മന്ത്രിയെ കാണാഞ്ഞിട്ടല്ലോ മുഖ്യമന്ത്രിയുടെ മുമ്പില് ഈ ഒരു 23 വർഷമായിട്ട് ഈ കിടക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുന്ന ഫയൽ നോക്കാൻ എന്തിനാ ഇവിടെ ട്രാൻസ്പോർട്ട് മന്ത്രി മുഖ്യമന്ത്രിയുടെ മുമ്പില് ഇത് കിടന്നുറങ്ങുകയെന്ന് പറഞ്ഞല്ലോ. ഇത് 2021 ഇവിടെ രാപ്പകൽ സമരം നടത്തിയാണ് ഞങ്ങള്. നിരന്തരമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഈ സമരങ്ങൾ നടത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ മാത്രം കണ്ണു തുറന്നാൽ പോരാ. ഇവിടെ വൺ വേ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ശാശ്വതമായ പരിഹാരം വേണം. റോഡ് അലൈൻമെന്റിൽ തന്നെ വലിയ അപാകതകളാണ്. റോഡ് പണിയിൽ തന്നെ വലിയ അപാകതകളാണ്. അത് പരിഹരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാ ചെയ്യേണ്ടത്. വെറുതെ ഫയൽ കൂട്ടിയിട്ടൊരു കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രി മേശപ്പുറത്ത് എല്ലാ ഫയലും കൂട്ടിക്കിട്ട് കിടക്കുകയാണ്. എന്ത് പരിപാടിയാണ് നടക്കുന്നത്? മുഖ്യമന്ത്രി ദേശീയപാത നിർമ്മാണത്തിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും പാലിക്കാതെയാണ് ദേശീയപാത അധികൃതർ ഈ നിർമ്മാണം ആരംഭിച്ചത്. ഇവിടെ ഈ പ്രദേശത്ത് യാതൊരു അപകടവും ഉണ്ടായിരുന്നില്ല. ഈ നിർമ്മാണം നടക്കുന്നതിന് മുമ്പ് ദേശീയപാത നിർമ്മിക്കുമ്പോൾ അതിന്റെ സൗകര്യങ്ങൾ ഈ പ്രദേശത്തുകാർക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ഇതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഉണ്ടാവണം. അതൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഈ പറയുന്ന ദേശീയപാത അധികൃതർ അന്ന് കൺസൾട്ടൻസി ആയിട്ട് സത്ര എന്നൊരു ഏജൻസിയെ ഏൽപ്പിച്ചു. അവർ ഈ സ്ഥലം സന്ദർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവനയെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ പ്രദേശം സന്ദർശിക്കാതെ ഈ വിഷയത്തിന്റെ ഡിസൈൻ ഉണ്ടാക്കിക്കൊണ്ട് സത്ര എന്ന കൺസൾട്ടൻസിയാണ് ഇതിൽ യഥാർത്ഥ പ്രതികൾ. ഇവിടെ വന്ന് സന്ദർശിച്ച് ഇവിടെ ഏത് രീതിയിലുള്ള റോഡാണ് അനുയോജ്യം അതിനനുസരിച്ചുള്ള ഡിസൈൻ ഇല്ല. മാത്രമല്ല ആവശ്യമായ ഡ്രെയിനേജ് സൗകര്യമില്ല. 46 കിലോമീറ്ററിൽ 92 കിലോമീറ്റർ ഡ്രെയിനേജ് വേണ്ടെടുത്ത് 18 കിലോമീറ്റർ ഡ്രെയിനേജിന്റെ പ്രൊവിഷൻ മാത്രമാണ് ഈ എസ്റ്റിമേറ്റിൽ ഉണ്ടായിട്ടുള്ളത്. 18 കിലോമീറ്റർ കൊണ്ട് ഈ റോഡ് എങ്ങനെ പണിയും? സാധാരണ ഒരു പഞ്ചായത്ത് റോഡിന് പോലും പാലിക്കേണ്ട മര്യാദ പാലിക്കാതെയാണ് ഈ ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത്. അശാസ്ത്രീയമാണ്. അതുകൊണ്ട് പുനർനിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ശാശ്വതമായ പരിഹാരമുണ്ടാവൂ എന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. നിരന്തര സമരങ്ങളുണ്ടാവും. ഈ സമരം ഒരു സൂചന മാത്രമാണ്. ഇതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ സമരം കൊണ്ട് ഇത് ഇവിടെ യൂത്ത് ലീഗ് നേതാക്കളുടെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. ജനരോഷം അത് തന്നെയാണ് ഇവരുടെ വാക്കുകളിലും നിറഞ്ഞു നിൽക്കുന്നത്. പ്രവർത്തകരുടെ ഭാഗത്തും റോഡ് ദേശീയപാതയാണ്. അത് ഏറെ നേരം ഉപരോധിച്ചാൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്നതിനാൽ തന്നെ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. റോഡ് പുനർനിർമ്മിക്കുന്നവരെ പ്രതിഷേധം തുടരുമെന്നുള്ള കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും യൂത്ത് ലീഗ് അറിയിക്കുന്നു. അതിനിടയിലാണ് കോൺഗ്രസിന്റെ അനിശ്ചിതകാല നിരാഹാര സമരം ഒരിടത്ത് ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു അക്ഷരാർത്ഥത്തിൽ പ്രതിഷേധ ഭൂമിയായി തന്നെ മാറുകയാണ് പനയമ്പാടത്ത് അപകടം നടന്നിട്ടുള്ള സ്ഥലം എന്നുള്ളതാണ്. ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോകുൽ VS വിവരങ്ങൾ നൽകാനായിട്ട് തുടരുന്നുണ്ട്. വിവരങ്ങളുമായിട്ട് ഗോകുൽ, നേതാക്കൾ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് അവരുടെ മുന്നോട്ടുള്ള നീക്കം എന്നാണ് പറയുന്നത്? കൂടുതൽ പോലീസിനെ സ്ഥലത്തേക്ക് എത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ? കാരണം ഇനിയും പ്രതിഷേധവുമായി കൂടുതൽ യുവജന സംഘടനകളും ഒക്കെ വരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ? സമരം അവസാനിച്ച് ഈ തുടർ സമരങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ളതാണ്
നേതാക്കൾ പറയുന്നത്. അതായത് ഇതൊരു സൂചനയാണ്, ഇന്നത്തെ ഉപരോധ സമരം ഒരു സൂചനയാണ്. അതിനുശേഷം തുടർ സമരങ്ങൾ ഒരുപക്ഷെ ഇതിനുണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു സമരത്തെ ഒരു സൂചനയായിട്ട് മാത്രമായിട്ടാണോ മുസ്ലിം ലീഗ് അവതരിപ്പിക്കുന്നത്? ഈ ഒരു സമരത്തെ ഒരു സൂചന മാത്രമായിട്ടാണോ? ഇതൊരു സൂചനാ സമരം തന്നെയാണ്. മുസ്ലിം ലീഗ് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ അപ്പുറത്ത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തിയിട്ട് ഈ അധികൃതരോട് ഈ കാര്യങ്ങൾ വിശദമായി പറഞ്ഞതാണ്. ഇനിയൊരു പഠനത്തിന്റെ ആവശ്യമില്ല. അന്ന് IITയുടെ ടീം, നാറ്റ്പാക്കിന്റെ അംഗങ്ങൾ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സംയുക്തമായി ഈ പനയമ്പാടം പ്രദേശത്തെ അപകടത്തിന് ശാശ്വതമായി എങ്ങനെ പരിഹരിക്കണമെന്ന് അവരുടെ വിദഗ്ധരായ ആളുകൾ വന്ന പരിശോധനാ റിപ്പോർട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 84 ലക്ഷം രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് ഈ റോഡിലേക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാവുന്ന വിഷയം മാത്രമാണ് ഇതിലുള്ളത്. അതിന് ഒന്നുകിൽ കേന്ദ്ര ഗവൺമെന്റാണ് ഇത് തരണ്ടെങ്കിൽ അവിടെ അത് കിട്ടാൻ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തി വാങ്ങാനുള്ള സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കണം. ദേശീയപാത നന്നാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കേണ്ടത് ഇതിന് ഗുണഭോക്താക്കൾ എന്ന നിലയിൽ സംസ്ഥാന ഗവൺമെന്റിനുമാണ്, അതുമായി ബന്ധപ്പെട്ട അധികാരികൾക്കുമാണ്. സമിതിയൊക്കെ ഇവിടെ എത്തുന്നുണ്ട്, ഉദ്യോഗസ്ഥരൊക്കെ അടക്കുന്ന സമിതി ഇവിടെ എത്തുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല അത് പരിഹരിക്കപ്പെടും? ഒരു പ്രതീക്ഷയില്ല. അതാ പറയുക, ഇന്നൊരു കേവലം പ്രഹസനമായ ഒരു വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ തണുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ചർച്ചയും തീരുമാനങ്ങളും താൽക്കാലിക റെമഡിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ IIT നടത്തിയ റിപ്പോർട്ട് അതിലപ്പുറം ഒരു വിദഗ്ധരൊന്നും ഇനി ഇവിടുന്ന് വരാനില്ല. ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതാണ് പറഞ്ഞത്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത ആ റിപ്പോർട്ടിൽ 84 ലക്ഷം രൂപ വകയിരുത്തിയാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അതിനാവശ്യമായ എസ്റ്റിമേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ എസ്റ്റിമേറ്റിന് ആവശ്യമായ തുക കിട്ടാൻ ആവശ്യമായ ഇടപെടലുകളാണ് ആവശ്യം. നമ്മൾ കേൾക്കുന്നത്. എന്തായാലും